ഹലോ വെൽക്കം ഓൾ ടു എൻട്രി മോണ്ടിസോറി. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ മോണ്ടിസോറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. എന്താണെന്നല്ലേ? പ്രാക്ടിക്കൽസ്. എപ്പോഴും പല സ്റ്റുഡൻസും നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഡൗട്ട് സെക്ഷനിലും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്. ബിക്കോസ് നമ്മൾ മോണ്ടിസോറി കോഴ്സിന് വരുന്നത് ഒരു വൈഡ് ഏജ് ഗ്രൂപ്പാണ് അല്ലേ? ഒരു 18 to 50 വരെ റേഞ്ച് ഡിഫറൻസ് ഉള്ള പല ആൾക്കാരായിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താ? ഈ ഏജിൽ ഇനി പ്രാക്ടിക്കലൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? കുറേ വർഷങ്ങളായി, 15 വർഷത്തെ ഗ്യാപ്പുണ്ട്, 20 വർഷത്തെ ഗ്യാപ്പുണ്ട് മിസ്സേ, എങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇനി ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എല്ലാം 2.5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ ഉള്ള കുട്ടികൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഡെയിലി അവർ കളിക്കുന്ന, അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഈ മോണ്ടിസോറി കോഴ്സിൽ പ്രാക്ടിക്കൽ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. അത്രയും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും നമ്മൾ ആരും വിലയിരുത്തണ്ട അല്ലേ? ഡെയിലി രാവിലെ കിച്ചണിൽ ഇത്രയും മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അത്രയും 15 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ഒന്നും ഈ മോണ്ടിസോറി പ്രാക്ടിക്കൽസ് കൈകാര്യം ചെയ്യാൻ ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കുഞ്ഞു കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഈ കോഴ്സിലൂടെ പ്രാക്ടിക്കൽ സെഷനിൽ പഠിക്കുന്നത്. ഇനി എന്താണ് അതെന്നല്ലേ, എല്ലാവരും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, വേണോ, എന്നെ കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നത് ഈ കോഴ്സിന്റെ സബ്ജക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഏരിയാസിന്റെ പേര് കേട്ടിട്ടാണ്. അങ്ങനെ പേര് കേട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒരു 5 പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ്. EPL, ദാറ്റ് ഈസ് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. പേര് കേൾക്കുമ്പോൾ വലിയ കാര്യം പോലെ തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. അതായത് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഡെയിലി ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്യാൻ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഫോർ എക്സാമ്പിൾ, അവരവരുടെ ഡ്രസ്സിൻ്റെ ബട്ടൺ എങ്ങനെ തന്നെ ഇടാം, ഷൂ ലേസ് എങ്ങനെ തന്നെ കെട്ടാം, അവരുടെ ക്ലോത്ത്സ് എങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത മാറ്റ്, അവരുപയോഗിച്ച സാധനങ്ങൾ, പ്ലേറ്റുകൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവെക്കാം എന്നത് മാത്രം പഠിപ്പിക്കുന്ന സെക്ഷൻസ് ആണ് EPL. അതായത് നമ്മുടെ കുഞ്ഞുമക്കളെ 2.5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ, മറ്റൊരു വ്യക്തിയുടെയും സഹായം കൂടാതെ സ്വയം ചെയ്യാൻ പഠിപ്പിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് അടങ്ങുന്ന സെക്ഷനാണ് നമ്മളുടെ പ്രാക്ടിക്കൽസിന്റെ ഫസ്റ്റ് സെക്ഷനായ EPL. ഇനി ബേസിക്കലായിട്ട് EPL വരുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തന്നെ നിങ്ങളുടെ കുറേ കൺഫ്യൂഷൻസ് മാറും. EPL, എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടി ഒന്ന് മാറിക്കിട്ടും. ഫസ്റ്റ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലോട്ട് 2.5 വയസ്സിൽ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ സെഷൻ തന്നെ EPL ആണ്. അപ്പോൾ EPL ആദ്യം നമ്മളൊരു കുട്ടിക്ക് കൊടുക്കുന്നത് പസിൽസ് ആണ്. ഇനി മോണ്ടിസോറി പസിൽസിൽ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന പസിൽസ് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്ന പസിൽസിനെക്കാളും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോബ്ഡ് ആണ്. അതായത് അതിനിങ്ങനെ പിടിക്കാൻ ഒരു നോബ് ഉണ്ടാകും. ഈ പിടിക്കുന്നതിലൂടെ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ 3 ഫിംഗർ വെച്ചാണ് അവർ ആ നോബിൽ പിടിക്കുന്നത് അല്ലേ? ആ 3 ഫിംഗർ വെച്ച് ഡെയിലി ഇവർ ഈ പസിൽസ് ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് ഒക്കെ നടക്കും. ഇനി എന്താ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ്? അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മസിൽസിന്റെ ഡെവലപ്മെന്റ്, പെൻസിൽ പിടിക്കാനും റൈറ്റ് ചെയ്യാനും കളർ ചെയ്യാനും ഡ്രോ ചെയ്യാനും ഒക്കെ ഉള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ്. ഇത് നടക്കാത്തിടത്തോളമാണ് റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ കുഞ്ഞു നമ്മൾ എന്തോ പറയും, അവർ എനിക്ക് കൈ വേദനിക്കുന്നു, അപ്പം നമ്മൾ പറയും ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കളിക്കാൻ പറയുമ്പോൾ പ്രശ്നമില്ല, ബാക്കി ഒരു കാര്യത്തിനും ഒരു പ്രശ്നമില്ല, എഴുതാൻ പറയുമ്പോൾ എന്താ പ്രശ്നം? അപ്പൊ ഇനി മുതൽ അങ്ങനെ ചോദിക്കരുത്. എഴുതാൻ ഒരു കുട്ടി ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം? യെസ്, അവരുടെ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് EPL ഉള്ളത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ EPL എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഇവർ പോലും അറിയാതെ ഇവരുടെ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് നടക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മളൊരു കുട്ടിക്ക് പസിൽ കൊടുക്കും അല്ലെ? പിന്നെ അവർക്ക് അവിടെ കുറെ കർച്ചീഫ് പോലെ, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് കർച്ചീഫ് പോലത്തെ നാപ്കിൻസ് ഉണ്ട്. ഈ നാപ്കിൻസ് തന്നെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് എങ്ങനെ അവൻ്റെ ക്ലോത്ത്സ്
അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ഈ പറഞ്ഞ പോലെ ഹാൻഡ് കർച്ചീഫ്സ്, അവൻ്റെ ടവൽസ് ഒക്കെ ക്ലീൻ ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴും എങ്ങനെ നീറ്റായിട്ട് ഓപ്പൺ ചെയ്യാം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നാപ്കിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നാപ്കിൻ ഫോൾഡ് ചെയ്യുന്നതിനും അൺഫോൾഡ് ചെയ്യുന്നതിനും അത് പിടിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു രീതികൾ കാണിക്കാനായിട്ടാണ് നാപ്കിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മളവിടെ വെച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈസി അല്ലേ? ഇനിയിപ്പോൾ പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നാപ്കിൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു കർച്ചീഫ് പോലെ. സോ നെക്സ്റ്റ് വരുന്നത് ഡസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇതിനാണ് ഡസ്റ്റർ. നമ്മുടെ ബോർഡ് മായ്ക്കുന്ന ഡസ്റ്റർ അല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഏരിയക്ക് നമുക്ക് സ്വയം ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 2.5-3 വയസ്സുള്ള കുട്ടിക്ക് അവൻ്റെ ടവലൊക്കെ സ്വയം ക്ലീൻ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ. അപ്പോൾ ഒരു ഡസ്റ്റി ഏരിയ ഉണ്ടെങ്കിൽ ആ ടവൽ യൂസ് ചെയ്ത് ആ ഡസ്റ്റി ഏരിയ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡസ്റ്റർ അവിടെ പ്ലേസ് ചെയ്ത്. സോ അതുപോലെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, 2.5 വയസ്സ് പോട്ടെ, 3-3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വീട്ടിൽ കൊടുത്താൽ, കിച്ചണിൽ നിന്ന് നിങ്ങളുടെ ഡൈനിങ് റൂം വരെ, അല്ലെങ്കിൽ പോട്ടെ കിച്ചണിൽ നിന്ന് നിങ്ങളുടെ ഹാൾ വരെ കൊടുത്താൽ ആ ഏരിയ ഫുള്ള് നമ്മൾ തുടക്കേണ്ടി വരും അല്ലേ? കാരണം എന്താ? നമ്മൾ ചോദിക്കും, ഒരു ഗ്ലാസ് വെള്ളം നേരെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലേ? പറ്റില്ല. കാരണം അവരുടെ ഈ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റീസും കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാത്തടത്തോളം പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് കൊണ്ട് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് അത്രയും ഹോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നടക്കാനുള്ളൊരു ഡെവലപ്മെൻറ്റ് അതിൻ്റെ മസിൽസിനില്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ശ്രദ്ധക്കുറവല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത് പോറിങ് വാട്ടർ, പോറിങ് ഗ്രെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി വളരെ സിമ്പിളായിട്ട് ഒരു ട്രേയും 3 ഗ്ലാസും, ഗ്രെയിൻസ് ആണെങ്കിൽ അതിൽ ഗ്രെയിൻസ് ധാന്യങ്ങൾ ഏതെങ്കിലും കൊടുക്കും, അതുപോലെ വെള്ളമാണെങ്കിൽ വെള്ളം. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ട്രേയിൽ ഈ 3 ഗ്ലാസും ഈ ജഗ്ഗും കൂടെ അവരെത്ര പ്രോപ്പറായിട്ട് നീറ്റായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു ടേബിളിൽ വെച്ച് എങ്ങനെ പ്രോപ്പറായിട്ട് ആ ഗ്ലാസ് എടുത്ത് വെക്കാൻ പറ്റും, എങ്ങനെ ജഗ്ഗിൽ നിന്ന് വെള്ളം ഒരിച്ചിരി പോലും കളയാതെ ആ ഗ്ലാസ്സിൽ ഒഴിക്കാൻ പറ്റും. ഇൻ കേസ് ഇനി കളഞ്ഞാൽ അതിന് വരെ ടവലുണ്ട്, ആ ടവൽ യൂസ് ചെയ്ത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ 2.5 വയസ്സ് തൊട്ട് 3-3.5 വയസ്സുള്ള മക്കൾ ഇങ്ങനെ ഒരു ട്രേയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ അപ്പോൾ ഇത്രയും സ്കിൽസ് ഡെയിലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അത് പറ്റും. സോ അതാണ് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ അവർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നീട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനൊരു വിളിയുണ്ട് അല്ലേ? എന്തിനാ അത്? കുറച്ച് മാവ് അവർക്ക് കൂടെ കൊടുക്കാൻ. മാക്സിമം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാരൻസ് ഞാൻ കണ്ടിട്ടുള്ള എന്താണ്, ഇല്ല ഇപ്പോൾ തരാൻ സമയമില്ല, അത് പറ്റില്ല, ഇതിനുള്ളതാണ്, കളയാൻ പറ്റില്ല. അത് ആക്ച്വലി കളയുമല്ല കേട്ടോ. അത് നിങ്ങൾ അതിൽ നിന്നൊരു ഭാഗം അവർക്ക് കൊടുത്താൽ അവരുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അവരും നിങ്ങളും ഒന്നും അറിയാതെ അവരുടെ കൈ കൊണ്ട് അവർ ആ ഡവ് കുഴയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് അവരുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, പണ്ട് നമ്മളുടെയൊക്കെ ജനറേഷന് ഇതൊക്കെ എങ്ങനെ കിട്ടിയിരുന്നു? നമുക്കുണ്ടായിരുന്നോ ഈ പറയുന്ന മോണ്ടസോറി അപ്പാരറ്റസ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള 2.5 വയസ്സിലുള്ള സ്കൂൾ സിസ്റ്റം? ഒന്നുമില്ലായിരുന്നു. പക്ഷേ അന്ന് നമ്മൾക്ക് പുറത്ത് പോയി കളിക്കാൻ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ കളിക്കുന്ന കുറേ കളികളുണ്ടായിരുന്നു. അരിയും കൂട്ടാനും, ചക്ക് കളി അല്ലേ? അങ്ങനെ നമ്മൾ ഒരു ഫ്ലവർ വെച്ച് ഓയിൽ പിഴിഞ്ഞെടുക്കും. അപ്പം ഇതൊക്കെ നമ്മൾ അറിയാതെ ഒരു തുണ്ട് ബ്ലേഡ് എടുത്ത് നമ്മൾ ഇലകൾ കീറി കളിക്കും. ഇതൊക്കെ എന്ത് പറ്റും? നമ്മൾ അറിയാതെ നമുക്ക് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റും നടന്നുകൊണ്ടേയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു സാധ്യതകളും അവരുടെ ഒരു ലൈഫ് സിസ്റ്റത്തിൽ ഇല്ല. ഒരു ഫ്ലാറ്റ് റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തോ ഒറ്റയ്ക്ക് വളരുന്ന ഒരു കുട്ടിക്ക് ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റോ ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റോ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഇതുപോലെയുള്ള മോണ്ടിസോറി അപ്പാരറ്റസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രീതിയിൽ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് നടക്കാത്തൊരു കുട്ടിയെ നമ്മളൊരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് കൊണ്ടിട്ടാൽ ആ കുട്ടി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യും, ഒന്ന് പെൻസിൽ പിടിക്കാനോ എഴുതാനോ ഒക്കെ അല്ലേ? സോ അവിടെയാണ് മോണ്ടിസോറി സിസ്റ്റത്തിന്റെ പ്രാധാന്യം. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിലും ഇമോഷണൽ ഡെവലപ്മെന്റിനും എല്ലാം മോണ്ടിസോറി സിസ്റ്റം വഹിക്കുന്ന ഒരു പങ്ക് അത്രത്തോളം വലുതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ, ദാറ്റ് ഈസ് പ്രാക്ടിക്കലിലെ EPL. ഇപ്പൊ മനസ്സിലായില്ലേ എത്രത്തോളം സിമ്പിൾ ആണെന്ന്? വളരെ ലളിതമായിട്ട് നമ്മൾ ഡെയിലി ചെയ്തു പോകുന്ന കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യാൻ, ഇൻഡിപെൻഡന്റ് ആക്കാൻ എന്തിനാ?
ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് അവൻ സെൽഫ് കോൺഫിഡന്റ് ആവുന്നത് അല്ലേ? നിങ്ങൾ തന്നെ അന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആയിരിക്കും അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് കണ്ട് മറ്റുള്ളവരൊന്ന് പ്രശംസിക്കുമ്പോൾ ഓക്കെ, ഇന്ന് എനിക്ക് എന്തൊക്കെയോ ഒരു ഫീൽ നമുക്ക് കിട്ടും അല്ലേ? സോ എന്നും അവന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാത്രമേ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം EPL എന്ന സെക്ഷനിലൂടെ കൊടുക്കുന്നത്. ഒരു സെക്ഷൻ ഈസി ആക്കി തന്നല്ലോ. സോ നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെൻസോറിയൽ. സെൻസോറിയൽ എന്ന് കേൾക്കുമ്പോഴും പേടിക്കേണ്ട, ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള സെൻസ് ഓർഗൻസ് വെച്ച് സെൻസ് ഓർഗൻ യൂസ് ചെയ്ത് എങ്ങനെ പഠിത്തത്തെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. അപ്പൊ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, സ്കിൻ അല്ലെ? ഈ 5 സെൻസ് ഓർഗൻസിനെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾക്ക് അക്കാഡമിക്സിലോട്ട് കൊണ്ടുവരാം, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കുട്ടിയും ഒരു ടീച്ചർ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ 100% മനസ്സിലെടുക്കില്ല. പകരം അവർ കണ്ടും കേട്ടും തൊട്ടും ഫീൽ ചെയ്തും സെൻസ് ചെയ്തും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്നും അവരുടെ ലൈഫിൽ ഓർമ്മയിലുണ്ടാവും. സോ അതുകൊണ്ടാണ് സെൻസോറിയലിന് ഇത്രത്തോളം പ്രാധാന്യം നമ്മൾ എവിടെ കൊടുക്കുന്നത്? മോണ്ടിസോറി സിസ്റ്റത്തിൽ കൊടുക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളോടൊരു ക്യൂബ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിരമിഡ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് ബ്ലാക്ക് ബോർഡിൽ വരച്ചത് ഇങ്ങനെ ഓർക്കും അല്ലേ? ഈ ബ്ലാക്ക് ബോർഡിൽ വരച്ചപ്പോൾ ആ ക്യൂബിന്റെ എല്ലാ സൈഡ്സും നമുക്ക് കാണാൻ പറ്റിയോ? അല്ലെ പിരമിഡിന്റെ എല്ലാ സൈഡ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ആ കാണാൻ പറ്റാത്ത സാധനത്തിന്റെ സർഫസ് ഏരിയ ചോദിക്കും നമ്മളോട്, സൈഡ്സ് ചോദിക്കും നമ്മളോട്. ഇതെല്ലാം എങ്ങനെ നമ്മൾ പറയും? അപ്പോൾ ശരിക്കും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ് മോണ്ടിസോറി സിസ്റ്റത്തിൽ സ്ട്രെസ് ചെയ്യുന്നത്. അതായത് ഈ മെറ്റീരിയൽസ് എല്ലാം അവർ കൈകൊണ്ട് എടുത്ത് കണ്ട് ടച്ച് ചെയ്ത് എത്ര സൈഡ്സ്, എത്ര കോർണേഴ്സ്, അങ്ങനെ ആ സാധനത്തെ മനസ്സിലാക്കിയാണ് അവർ പഠിച്ചു പോകുന്നത്. ഓക്കെ, അതാണ് സെൻസോറി. അപ്പോൾ സെൻസോറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിങ്ക് ടവർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. പിങ്ക് ടവർ വളരെ സിമ്പിൾ ആണ്. അതായത് ഈ പേര് പോലെ തന്നെ ഒരു പിങ്ക് കളർ ക്യൂബ്സിന്റെ ടവറാണത്. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കും. അതിൽ മെമ്മറി ഗെയിംസ് ഉണ്ട്. സോ ഇങ്ങനെ കുട്ടികൾ അറിയാതെ ഒരു കളിയിലൂടെ തന്നെ അവിടെ വെച്ച് നമ്മൾ വൊക്കാബുലറീസും സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബിഗ് സ്മോൾ എന്നുള്ള വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവരെ കുറച്ച് ഗെയിമിലൂടെ കളിപ്പിച്ച് കുറേ വൊക്കാബുലറീസ് കൊടുത്ത് അവരുടെ സെൻസസ് ഡെവലപ്പ് ചെയ്ത്, ഈ സെൻസോറിയൽ തന്നെ നമുക്ക് ടച്ച് ബോർഡ്സ് ഉണ്ട്. ടച്ച് ബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ടച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് റഫും ഒരു സൈഡ് സ്മൂത്തും ആയിരിക്കും. ആ കുട്ടികളെ കൊണ്ട് നമ്മൾ പയ്യെ റഫ് ഏരിയ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് എന്ത് പറയും? റഫ്. സ്മൂത്ത് ഏരിയ ടച്ച് ചെയ്യിപ്പിച്ചിട്ട് സ്മൂത്ത്. സോ ഇങ്ങനെ അവർ പോലും അറിയാതെ ആക്ടിവിറ്റീസിലൂടെ സെൻസസ് ഡെവലപ്പ് ചെയ്ത് വൊക്കാബുലറീസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് സെൻസോറിയൽ. ഇപ്പൊ മനസ്സിലായല്ലോ, പേര് പോലെ പേടിക്കാനൊന്നുമില്ലെന്ന് മനസ്സിലായല്ലേ? അങ്ങനെ കുറച്ച്, അതായത് സെൻസസ്, ടേസ്റ്റ്, ടച്ച്, ഈ പറഞ്ഞ ടച്ച് ബോർഡ് കൂടാതെ ഫാബ്രിക്, അതായത് പല പല തുണിത്തരങ്ങളൊക്കെ കൊടുത്തിട്ട്, അതുപോലെ കളേഴ്സ് ഐഡന്റിഫിക്കേഷൻ, ഇങ്ങനെ പോകുന്ന ഒരു ഏരിയ ആണ് സെൻസോറിയൽ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ ആർക്കും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതും പിടിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, അതായത് അവരുടെ ഫ്രണ്ട്സിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ സ്വയം ശരീരത്തെ മുറിവേൽപ്പിക്കാതെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് രീതികൾ പിടിച്ചു കൊണ്ടുപോകാനും വെക്കാനും ഉണ്ടെന്നുള്ളതല്ലാതെ ഈ മെറ്റീരിയൽസ് ഒന്നും ഒരു ഏജ് ഗ്രൂപ്പിനും പഠിച്ചെടുക്കാനോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ഇനി അടുത്ത പോകുന്നതാണ് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള മാത്സ് അല്ലേ? പലർക്കും മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യം, ഇനിയും ഞാൻ അതൊക്കെ പഠിക്കണം. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആക്ച്വലി ഒരു മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മാത്സ് ഒക്കെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാമെന്നുള്ളത്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് പാടുപെട്ടാണ് പഠിച്ചത് അല്ലേ? ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ ബോർഡുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ആയിട്ട് ആ ബോർഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് 10നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നവർ കുറെ ബീഡ്സ് യൂസ് ചെയ്ത് നോക്കും. ചെയ്ത് നോക്കിയിട്ടാണ് അവർക്ക് ആൻസർ കിട്ടുന്നത്. അതായത് 10നെ അവർ ഈക്വൽ ആയിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ഒരു എക്സാമ്പിൾ പറയുവാണ്. അതുപോലെ എല്ലാം, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ടാവുമോ? വാട്ട് ഡു യു മീൻ ബൈ ഡിവിഷൻ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാതിരിക്കുമോ? ഇല്ല, അവർക്ക് മനസ്സിലാവും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? ഇപ്പൊ 10 ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ 10നെ ഈക്വലി 2 പേർക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് ആ ഒരു ഡിവിഷന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ആ കുട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെ അരിത്തമെറ്റിക് കോൺസെപ്റ്റുകൾ
ബേസിക് ആയിട്ടുള്ള പ്ലേസ് വാല്യൂ സിസ്റ്റം പലയിടത്തും ഇന്നും കണ്ടുവരുന്ന ഒരു വളരെ പുവർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ്. നമ്മളൊരു നമ്പർ ഒരു കുട്ടിയോട് എഴുതാൻ പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു രീതി ആയതുകൊണ്ട് പറയുകയാണ്, 55 എന്ന് എഴുതാൻ പറഞ്ഞാൽ കുട്ടി പറയും 5555. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, അങ്ങനെയല്ല. 5555 അല്ല. 55 എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി 5 10s and 5 1s എന്നാണ്. സോ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി മോണ്ടിസോറിയിലെ ബീഡ് സിസ്റ്റം കാണണം. ബീഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൺസ് എന്ന് പറഞ്ഞാൽ അത് ഒരു വൺസ് ഒരു ബീഡാണ്. അങ്ങനെയുള്ള 10 ബീഡ്സ് ചേരുമ്പോൾ അതൊരു 110 ആവും. ഇറ്റ്സ് എ ബാർ ഓഫ് 10, 110. അങ്ങനത്തെ 10 10s ചേരുമ്പോൾ അത് 100 ആവും. അങ്ങനത്തെ 10 100s ചേരുമ്പോൾ അത് 1000 ആകും എന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പ്ലേസ് വാല്യൂ ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഇപ്പൊ മനസ്സിലായല്ലേ, അരിത്തമെറ്റിക് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ സെഷൻ നിങ്ങളെ കൺഫ്യൂസ് ആക്കുവല്ല, അല്ലെങ്കിൽ നിങ്ങൾ പേടി സ്വപ്നമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. ഏത് ഏജ് ഗ്രൂപ്പിനും നല്ല ഈസി ആയിട്ട് മുന്നേ മാത്സ് പഠിച്ചതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ മാത്രമാണ് അരിത്തമെറ്റിക്. നെക്സ്റ്റ് മൂവിങ് ടു ദ ലാംഗ്വേജ് സെക്ഷൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ. ഇന്നത്തെ കുട്ടികൾക്ക് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റേണ്ട ഒരു സെക്ഷനാണ് ലാംഗ്വേജ് ഏരിയ. കാര്യം എന്താ? A4 എന്ന് ആരോട് ചോദിച്ചാലും പറയും. എന്ത് പറയും? A for ആപ്പിൾ, B for ബാറ്റ് അല്ലേ? അതെന്താ? A വെച്ചിട്ട് ആപ്പിൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ B വെച്ച് ബാറ്റ് മാത്രമേ ഉള്ളൂ? നമുക്ക് പണ്ട് ട്രഡീഷണലി നമുക്ക് കിട്ടിയിരുന്ന ഒരു സിസ്റ്റമാണത്. A for ആപ്പിൾ, B for ബാറ്റ് അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ഒരു ആൽഫബറ്റിന്റെ സൗണ്ടാണ്. അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ പണ്ട് ഒരു വേർഡ് പറഞ്ഞാൽ അതിന്റെ സ്പെല്ലിങ് കാണാതെ പറയാൻ പറ്റില്ല. പറ്റുമോ? പുതിയൊരു വേർഡ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ സ്പെല്ലിങ് കാണാതെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ കുറെ സ്പെല്ലിങ്സ് കാണാതെ പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ അല്ലെ. പുതിയൊരു വേർഡ് കിട്ടി അതിനെ സൗണ്ട് ചെയ്ത് പറയാൻ നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിന്റെ സൗണ്ട് പഠിച്ചിട്ടില്ല. സോ ബേസിക് ലാംഗ്വേജിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഫോണിക്സ് ആണ്. അപ്പൊ നമ്മൾ മോണ്ടിസോറിയിൽ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ആൽഫബറ്റിന്റെ സൗണ്ട് എന്താണെന്നാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ആ സൗണ്ട്സ് പഠിപ്പിച്ച് ആ സൗണ്ടുകൾ എഴുതി അതിന്റെ ഫോർമേഷൻ ഒക്കെ കുട്ടി പഠിച്ചതിന് ശേഷമാണ് എന്ത് വരുന്നത്? റീഡിങ് വരുന്നത്. സോ ഇൻ മോണ്ടിസോറി സിസ്റ്റം റൈറ്റിംഗ് കംസ് ഫസ്റ്റ്. നമ്മുടെ ട്രഡീഷണൽ സ്കൂളിലാണെങ്കിൽ ABCD പഠിപ്പിച്ച് ABCD വായിപ്പിച്ച് A for ആപ്പിൾ എല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോഴാണ് എഴുതുന്നത് അല്ലേ? അങ്ങനെയല്ല. ഇവിടെ ഫസ്റ്റ് ട്രേസിങ് കൊടുത്ത് ആ സൗണ്ടിന്റെ ഫോർമേഷൻ പഠിപ്പിച്ച് അതിന്റെ വൊക്കാബുലറീസും പഠിപ്പിച്ചിട്ട് അത് എഴുതും. അങ്ങനെ എഴുതി വരുന്ന കുട്ടികൾക്ക് പിന്നീട് സൗണ്ട് പഠിക്കുന്നതിന് കൊണ്ട് തന്നെ റീഡിങ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കും. സോ അപ്പൊ ഇവിടെയും ഈ ഒരു ലാംഗ്വേജ് സെക്ഷനിലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ പണ്ട് പഠിക്കാത്ത കുറച്ച് നല്ല അറിവുകൾ നമുക്ക് ഈ ഏരിയയിൽ കിട്ടിപ്പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, അയ്യോ ഈ വയസ്സിൽ ഇനി എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞതുപോലെ 2 വയസ്സ് തൊട്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ABCDയുടെ സൗണ്ടുകൾ മാത്രമാണ്. സോ അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ബെനിഫിറ്റ് മാത്രമായിരിക്കും. പഠിക്കാനും ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടുള്ള ഒരു മെറ്റീരിയലും ഈ സെക്ഷനിലും ഇല്ല. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 5th one, ദാറ്റ് ഇസ് കൾച്ചറൽ. കൾച്ചറൽ നമ്മുടെ ഇന്ത്യയിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു മോണ്ടിസോറി ഏരിയ ആണ് പ്രാക്ടിക്കൽസിന്. ബിക്കോസ് അവിടെ നമ്മൾ പല കൾച്ചേഴ്സ് അല്ലെ, അല്ലെങ്കിൽ പല നാടുകളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നതിന് ഫ്ലാഗ്സ് ഇതൊക്കെ. അപ്പൊ അത് വളരെ കുറച്ച് മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് കാണിക്കുന്ന ഒരു ഏരിയ മാത്രമാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് ഈസിയായി മോണ്ടിസോറി പ്രാക്ടിക്കൽ സെക്ഷൻ അല്ലേ? നിങ്ങൾ പേടിച്ചതുപോലെ വല്ലതും ഉണ്ടോന്ന് ഇപ്പൊ തോന്നുന്നോ? യാതൊരു പേടിയും വേണ്ട. മോണ്ടിസോറി പ്രാക്ടിക്കൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഇത്ര വയസ്സായി, എനിക്ക് ഇത്ര ഏജ് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് ആരും മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കേണ്ട. മോണ്ടിസോറി സെക്ഷൻ ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. മോണ്ടിസോറി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ 2.5 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന കുറച്ച് അപ്പാർട്ടസ് മാത്രം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു രീതി മാത്രമാണ്. സോ ഇനി എൻട്രിയുടെ മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട്. താങ്ക് യു.